ഇന്നലെയും എറണാകുളത്ത് മെട്രോ പില്ലറിൽ ബൈക്കിടിച്ച് ഒരു ചെറുപ്പക്കാരൻ 20 വയസ്സ് ഉള്ള ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. എന്താണ് എത്ര നമ്മൾ പറയുക എന്നുള്ളതല്ല, എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് വെറുതെ പറഞ്ഞിട്ടും കാര്യമില്ല. അശ്രദ്ധയും അമിത വേഗതയും ത്രില്ല് കാണിക്കാനുള്ള വ്യഗ്രതയും. ഈ ത്രില്ല് ആരെ കാണിക്കാനാണ്? ആരെയാണ് ഇത് കാണിക്കേണ്ടത്? അങ്ങനെ ആരെങ്കിലും ഇത് കണ്ട് ഇവരെ ആരാധിക്കുകയോ വല്ലതും ചെയ്യുന്നുണ്ടോ? എന്താണ് ഈ ചെറുപ്പക്കാരുടെ മനസ്സിലിരിപ്പ്? ഇവരുടെ തോളിൽ ഒരു ഭാരം ഇല്ലാത്തത് കൊണ്ടാണ്. അതായത് രക്ഷകർത്താക്കൾ അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കുന്നു, ഇവർക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല, സമൂഹത്തോടും കുടുംബത്തോടും ആരോടും ഒരു പ്രതിബദ്ധതയും ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ഈ ത്രില്ല് കാണിക്കുന്നതിനുള്ള വ്യഗ്രതയുണ്ടാകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ 40 വയസ്സിന് ശേഷമുള്ള അല്ലെങ്കിൽ 30 വയസ്സിന് ശേഷമുള്ള പുരുഷന്മാരൊക്കെ അല്ലെങ്കിൽ ആളുകൾ ആരെങ്കിലും ആട്ടെ, ഇവർ എന്തുകൊണ്ടാണ് ഇത് ത്രില്ല് കാണിക്കാത്തത്? അവരുടെ ചുമലിൽ കുടുംബം എന്ന ഭാരം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവർക്ക് ഇത് ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് എന്തും കാണിക്കാം എന്നുള്ള ഒരു ധാരണ. ഈ ശരീരമെന്ന് പറയുന്നത് ഉണ്ടെങ്കിലേ നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഭൂമിയിൽ സന്തോഷമായിട്ട് ഈ ശരീരം ഉപയോഗിച്ച് ഈ ഭൂമിയിലെ രസങ്ങൾ, എൻജോയ്മെൻറ്റുകൾ ആസ്വദിച്ച് ജീവിക്കണമെങ്കിൽ ഈ ശരീരം വേണം. ഇത് എവിടെയെങ്കിലും ഇടിച്ചു തെറിപ്പിച്ച് കഷ്ണങ്ങളായിട്ട് കിടന്ന് പോസ്റ്റ്മോർട്ടം ടേബിളിൽ പോലീസുകാർ പറയുമ്പം ടേബിളിലാകും നീയൊക്കെ എന്ന് പറയാറുണ്ട്. ഈ ടേബിളിലായി കഷ്ണമായിട്ട് കിടന്ന എത്രയോ കാഴ്ചകൾ കണ്ട് മനസ്സ് മരവിച്ച ഒരാളെന്നുള്ളതിലേ പറയുകയാണ്. എന്ത് കാണിക്കുന്നതിനാണ്, എന്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ഇത്ര ആവശ്യമില്ലാത്ത സ്പീഡിൽ നിങ്ങൾ ഈ പറന്നു പോകുന്നത്? പറന്നു പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഈ ലോകത്തുള്ള പെണ്ണുങ്ങൾ മുഴുവൻ നിങ്ങളെ ആരാധിക്കുമോ? ഒരിക്കലുമില്ല. അവർ പറയുന്നത് ഇവനെയൊക്കെ കെട്ടുന്നവരുടെ കാര്യം 3-ാം ദിവസം വിധവയാവുമല്ലോ ആ പെങ്കൊച്ചിൻ്റെ കാര്യം എന്നാണ് ഈ പെൺകുട്ടികൾ പറയുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല അതിൻ്റെ കാര്യം. അല്ലാതെ വേറെ ആരെയാണ് ഇത് കാണിച്ച് നിങ്ങൾക്ക് ത്രില്ലടിപ്പിക്കേണ്ടത്? ഒരു കാര്യവുമില്ല. ഇത് കാണുന്നവർക്ക് എപ്പോഴും അസ്വസ്ഥയുമാണ്. ഇത് നിങ്ങളെ മാത്രമല്ല ഇത് ബാധിക്കുന്നത് ഇപ്പോൾ എതിർവശത്ത് ഒരു വണ്ടി വന്നു, പെട്ടെന്ന് പിടിച്ചിട്ട് കിട്ടിയില്ല, അവൻ്റെ ചെന്ന് ഇടിച്ചു, അവനെയും കുഴപ്പത്തിലാക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മറ്റു വാഹനത്തിനും പ്രശ്നം ഉണ്ടാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള സ്പീഡിൽ ഓരോ റോഡിനും ഓരോ ക്വാളിറ്റി ഉണ്ട്. ഓരോ റോഡിനും അതിൻ്റെ ചരൽ കിടക്കുന്നു, മണൽ കിടക്കുന്നു, കുഴിയുണ്ടാകും, വളവുണ്ടാകും, അതുപോലെ തന്നെ പുല്ല്, അഴുക്കുകളൊക്കെ കിടക്കുന്ന, ഓയിൽ കിടക്കുന്ന വഴിയുണ്ടാകും. ഇതെല്ലാം അപകടത്തിന് കാരണമാണ്. അല്ലാതെ നമുക്ക് എല്ലാ സ്ഥലത്തോടെയും ഒരേ സ്പീഡിൽ പോകാൻ പറ്റുകയില്ല. അങ്ങനെ പറ്റുമെന്ന് വിചാരിക്കുന്നത് വെറും ഭോഷ്കാണ്. കാരണം ഓരോ ദിവസവും എത്രയോ ചെറുപ്പക്കാരാണ് ഈ റോഡുകളിൽ ജീവൻ ബലി കൊടുക്കുന്നത്. ഓരോ കുടുംബങ്ങളുടെ സ്വപ്നമാണ്, സമൂഹത്തിൻ്റെ സ്വപ്നമാണ് നിങ്ങളൊക്കെ. അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളോടല്ല ഉത്തരവാദിത്വം, നിങ്ങൾക്ക് സമൂഹത്തോട് ഉത്തരവാദിത്വം വേണം. കാരണം നിങ്ങൾ ഈ 17 അല്ലെങ്കിൽ 18 വയസ്സ് വരെ ലൈസൻസ് എടുക്കാൻ പ്രായമാകുന്നത് വരെ നിങ്ങളെ ആ യോഗ്യത ഉണ്ടാക്കിയത് ഈ സമൂഹമാണ്. ഈ കുടുംബവും നിങ്ങളുടെ അച്ഛനമ്മമാരും രക്ഷകർത്താക്കളും കുടുംബവും സമൂഹവും ഉൾപ്പെട്ട ഈ സമൂഹമാണ് നിങ്ങളെ ഈ പരുവത്തിലുള്ള യോഗ്യത ഉണ്ടാക്കിയത്. അപ്പോൾ അവരോടുള്ള ബാധ്യത നിറവേറ്റാതെ നിങ്ങൾ നിങ്ങളുടെ ശരീരം എവിടെയെങ്കിലും പോസ്റ്ററിൽ കൊണ്ട് ഇടിച്ചോ, ഏതെങ്കിലും കലുകിലിട്ടിടിച്ചോ, ഏതെങ്കിലും പില്ലറിട്ടിടിച്ചോ തീർക്കാനുള്ളതാണോ? നിങ്ങളെക്കൊണ്ട് ഈ സമൂഹത്തിന്, ഈ ലോകത്തിന് എന്തെല്ലാം ഗുണമുണ്ട്? ഈ 18 വയസ്സ് വരെ അല്ലെങ്കിൽ 20 വയസ്സ് വരെ വളർന്നപ്പോഴേക്കും നിങ്ങൾ എത്ര കോടി രൂപ ഈ സമൂഹത്തിൽ നിന്ന് കടമായിട്ട് മേടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അത്രയും കടം വീട്ടിയിട്ട് നിങ്ങൾ പോയതില്ലെന്നാണ്. തൻ്റെ ഇടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. അല്ലാതെ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും, എനിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് അറിവില്ലായ്മയുടെ ഒരു ലക്ഷണമാണത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ത്രില്ല് എന്ന് പറയുന്നത് കിൽ ആണ്. നമുക്ക് ത്രില്ലാന്ന് തോന്നും, പക്ഷേ അത് വെറും കിൽ. നമ്മുടെ ബഹുമാനപ്പെട്ട ടോമിൻ ജെ തച്ചങ്കരി സാറ് SP ആയിട്ട് പണ്ട് ഇടുക്കിയിലുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം വഴിയിലെല്ലാം എഴുതി വെച്ചു, സ്പീഡ് ത്രിൽ ബട്ട് കിൽസ് എന്ന് എഴുതി വെപ്പിച്ചു. അത് ഞാനിപ്പോഴും ഓർക്കുക. അത് 90 കാലഘട്ടത്തിലാണ്. അതാണ് അതിൻ്റെ ശരി. നിങ്ങൾ ത്രില്ല് കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ത്രില്ല് കാണിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കർമ്മം, നിങ്ങൾക്ക് കർമ്മം ചെയ്യാനുള്ള ശരീരം കളഞ്ഞ് നിങ്ങൾ ത്രില്ല് കാണിച്ചിട്ട് എന്താണ് ഈ സമൂഹത്തിനോ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ എന്താണ് ഗുണം? അപ്പോൾ അത് ഉള്ള പക്വത കാണിക്കണം. ഈ സകല വാഹനങ്ങളും, അതായത് കേരളത്തിൽ ഒരേ സമയം
80 ലക്ഷത്തോളം വാഹനങ്ങൾ, 1 കോടിയുടെ അടുത്ത് വാഹനങ്ങൾ ഈ റോഡിൽ കൂടെ ഓടുന്നുണ്ട്. ഈ വാഹനങ്ങൾ മുഴുവൻ പരിശോധിക്കാനുള്ള സംവിധാനം സർക്കാരിനില്ല. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഇപ്പോഴുള്ളതിൻ്റെ ഒരു 50 ഇരട്ടിയെങ്കിലും ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിലേ ഇവരെ നിരീക്ഷിക്കാനും അത് നടപടിയെടുക്കാനും സാധിക്കുള്ളൂ. അപ്പോൾ അത് സാധിക്കില്ല. അപ്പോൾ നമുക്ക് പൗരബോധം ഉണ്ടായി, ഈ കുട്ടികൾക്ക് പൗരബോധം ഉണ്ടായി, അത് നടപ്പാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ളൊരു പോംവഴി. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കുടുംബത്തിൻ്റെയും സ്വപ്നമായ ചെറുപ്പക്കാർ ഓരോ ദിവസവും ഇങ്ങനെ ഈ റോഡുകളിൽ ഹോമിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നമ്മളെല്ലാവരും ഉത്തരവാദിയാണ്. കുടുംബക്കാരും ഉത്തരവാദിയാണ്, രക്ഷകർത്താക്കളും ഉത്തരവാദിയാണ്. അപ്പോൾ അതെല്ലാവരും കൂടി പരിശ്രമിച്ചാലേ അത് നമുക്ക് ഈ റോഡിലുള്ള ഈ കുരുതി ഇല്ലാതാക്കാൻ നമുക്ക് പറ്റുള്ളൂ.